ഇന്ന് നമ്മൾ നോക്കാൻ പോവുക ക്വാളിറ്റി കൺട്രോൾ ടൂൾസുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഏതൊക്കെ ടൂളുകളാണ് ക്വാളിറ്റി കൺട്രോൾ ചെയ്യുന്നതിൽ ഉപയോഗിക്കുന്നത് എന്നൊക്കെയാണ്. എന്താണ് ക്വാളിറ്റി കൺട്രോൾ? ഇറ്റ് ഈസ് ആൻ എഫക്റ്റീവ് സിസ്റ്റം ഫോർ ഇൻ്റഗ്രേറ്റിംഗ് ദ ക്വാളിറ്റി ഡെവലപ്മെൻറ്റ്, ക്വാളിറ്റി മെയിൻ്റനൻസ്, quality improvement efforts of various groups in an organization so as to enable production and service at the most economic levels which allow for full customer satisfaction. അൾട്ടിമേറ്റ് ആയിട്ട് ഒരു പോയിന്റിലൂടെ എന്താണ് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞാൽ, ക്വാളിറ്റി കൺട്രോൾ ലീഡ്സ് ടു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, അത്രയേ ഉള്ളൂ. അതായത് ക്വാളിറ്റി കൺട്രോളിലൂടെ ചെയ്യുന്ന കാര്യം ഒരു ഓർഗനൈസേഷനിലെ പ്രോസസ്സുകൾ, ആക്ടിവിറ്റീസുകൾ, ഒരു ഓർഗനൈസേഷനിൽ സ്വീകരിക്കുന്ന മെത്തേഡുകൾ, അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട്, മീൻസ് ആ ഒരു പ്രോസസ്സിൽ ഉണ്ടാകുന്ന വേസ്റ്റുകൾ, നഷ്ടങ്ങൾ, ലാഭങ്ങൾ, അതോടൊപ്പം തന്നെ അത് എത്രത്തോളം മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്നു എന്നതിൻ്റെയൊക്കെ ബേസിലായിരിക്കും ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ ഒരു മെത്തേഡിനെ നമ്മൾ വിലയിരുത്തുക. അപ്പോൾ അത്തരത്തിൽ നമുക്കൊരു പ്രോസസ്സ് മികച്ചതാണ്, അല്ലെങ്കിൽ ആ പ്രോസസ്സ് ബാഡാണ്, ബിലോ ആവറേജ് ആണ്, അല്ലെങ്കിൽ ഒരു പ്രോസസ്സിൽ ഇനി ഇമ്പ്രൂവ്മെൻ്റ് ആവശ്യമാണ് എന്നൊക്കെ മനസ്സിലാകണമെങ്കിൽ ടൂൾസ് വേണം. ഡേറ്റാസ്, ഒരു പ്രോസസ്സിൽ നിന്ന് കിട്ടുന്ന ഡേറ്റാസിനെ അനലൈസ് ചെയ്തുകൊണ്ട് ആ പ്രോസസ്സിൻ്റെ എൻഡ് റിസൾട്ട് പറയാനുള്ള ടൂളുകൾ വേണം. അപ്പോൾ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത് അത്തരം ടൂളുകളാണ്. അതായത് ഒരു പ്രോസസ്സ് ഒരു ഓർഗനൈസേഷൻ നടക്കുന്നുണ്ട്, ആ പ്രോസസ്സിനെ അനലൈസ് ചെയ്യുന്നു, പ്രോസസ്സിൽ നിന്ന് കിട്ടുന്ന ഡേറ്റാസിനെ വെച്ചുകൊണ്ട് ആ പ്രോസസ്സ് എബോവ് ആവറേജ്, ബിലോ ആവറേജ് ഓർ ആവറേജ്, അതല്ലെങ്കിൽ ആ പ്രോസസ്സ് എൻറ്റയർ ആയിട്ട് മാറ്റണം, പ്രോസസ്സിൽ ഇമ്പ്രൂവ്മെൻറ്റ് വേണം, അല്ലെങ്കിൽ പ്രോസസ്സിൽ ഫ്യൂച്ചറിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആ പ്രോസസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് മനസ്സിലാക്കണം. അപ്പോൾ അതിന് ക്വാളിറ്റി കൺട്രോൾ ടൂളുകൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ അത്തരത്തിൽ ക്വാളിറ്റി കൺട്രോൾ ടൂൾ എന്ത് ചെയ്യുന്നു? ക്വാളിറ്റിയെ കൺട്രോൾ ചെയ്യുന്നു. ക്വാളിറ്റി, ഒരു ഓർഗനൈസേഷൻ സെറ്റ് ചെയ്ത് വെക്കുന്ന ഗോൾ എന്താണോ ആ ഗോളിലേക്ക്, ആ ഒരു ട്രാക്കിലേക്ക് തന്നെ പോകാൻ വേണ്ടി ഈ ക്വാളിറ്റി കൺട്രോൾ ടൂള് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പം അത്തരത്തിൽ ഒരു ഓർഗനൈസേഷൻ, ഒരു കമ്പനി ഉദ്ദേശിക്കുന്ന അതേ ഗോളിൽ തന്നെ പോവുകയാണെങ്കിൽ അൾട്ടിമേറ്റ് ലീഡ്സ് ടു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. Then quality is everybody's business and not only the duty of the person in the inspection department. അപ്പോൾ ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഏരിയ, ഒരു വിങ്, അവരുടെ മാത്രം ഉത്തരവാദിത്തമല്ല ക്വാളിറ്റി എൻഷുർ ചെയ്യുക എന്നുള്ളത്. ഇറ്റ്സ് എവരിബഡീസ് ബിസിനസ്. ദെൻ നമ്മൾ ക്വാളിറ്റി കൺട്രോൾ, അതിൻ്റെ ആവശ്യം എന്തൊക്കെയാണ്? ക്വാളിറ്റി കൺട്രോൾ ഈസ് നീഡഡ് ഡ്യൂ ടു ഫോളോയിങ് റീസൺസ്. എന്തൊക്കെയാണ് ക്വാളിറ്റി കൺട്രോളിൻ്റെ ഇമ്പോർട്ടൻസ്? കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്കൊരു ബെസ്റ്റ് ക്വാളിറ്റിയിൽ നമ്മുടെ പ്രോസസ്സ്, മെത്തേഡ്സ് നടന്നാൽ മാത്രമേ ബെസ്റ്റ് ഡെലിവറി ചെയ്യാൻ പറ്റൂ. നല്ലത് ഡെലിവറി ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റൂ. സോ കസ്റ്റമർ എക്സ്പെക്ട്സ് ദാറ്റ് ദ ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റ് ഷുഡ് ബി ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഡിക്ലെയർഡ് സ്റ്റാൻഡേർഡ്സ്. ഇപ്പോൾ ഒരു കമ്പനി ഒരു നല്ല പ്രോഡക്റ്റാണ്, ഇത് ഇത് വളരെ റിലയബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ് എന്ന് പറഞ്ഞ് കമ്പനി ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തുകൊണ്ട് ഒരു പ്രോഡക്റ്റ് ഇറക്കിയിട്ട് ആ പ്രോഡക്റ്റിൽ നിന്ന് കമ്പനി കസ്റ്റമർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ലെവലിലേക്ക് ആ പ്രോഡക്റ്റ് എത്തിയില്ല എങ്കിൽ അവിടെ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് അല്ലാതാവും. സോ കമ്പനി ഡിക്ലെയർ ചെയ്യുന്ന അതേ സ്റ്റാൻഡേർഡ്സിൽ തന്നെ കസ്റ്റമർക്ക് പ്രോഡക്റ്റ് എത്തുന്ന രീതിയിലേക്ക് കമ്പനിയിലെ ഓരോ കാര്യങ്ങളും ക്വാളിറ്റി ഉള്ളതായി മാറണം. അത് എൻഷുർ ചെയ്യാൻ ക്വാളിറ്റി കൺട്രോൾ ടൂൾസിൻ്റെ സഹായം ആവശ്യമാണ്. ദെൻ എക്കണോമി. മേക്ക് എ പ്രോഡക്റ്റ് ആസ് ചീപ്പ് ആസ് പോസിബിൾ. നമ്മളൊരു പ്രോഡക്റ്റ് നിർമ്മിക്കുമ്പോൾ അതിൽ ലോസസ് ഏറ്റവും മിനിമം ആണ്. ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ഒരു പ്രോഡക്റ്റ് നിർമ്മിക്കാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും പ്രോഫിറ്റബിൾ. സോ അത്തരത്തിൽ ഏറ്റവും പ്രോഫിറ്റബിളായിട്ട് നിർമ്മിക്കാൻ ലോസസ്, ഫെയിലിയേഴ്സ് ഏറ്റവും മിനിമം ലെവലിലേക്ക് എത്തിക്കാൻ നമുക്ക് ക്വാളിറ്റി കൺട്രോൾ ടൂൾസ് യൂസ് ചെയ്യാം. ദെൻ റിഡക്ഷൻ ഇൻ സ്ക്രാപ്പ്. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് മെറ്റീരിയൽസ്, വേസ്റ്റ് അല്ലെങ്കിൽ ലോസസ്, ഫെയിലിയേഴ്സ്, ഇതൊക്കെ മാക്സിമം
കുറയ്ക്കാൻ, ഒഴിവാക്കാൻ നമുക്ക് ക്വാളിറ്റി കൺട്രോൾ ടൂൾസ് യൂസ് ചെയ്യാം. ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഓരോ ടൂളുകൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ദെൻ ക്വാളിറ്റി കൺട്രോൾ ടൂൾസ്. നമുക്ക് ഇത്രയും ടൂളുകളാണ് പഠിക്കാനുള്ളത്. ഹിസ്റ്റോഗ്രാം, റൺ ചാർട്ട്, പെരറ്റോ ചാർട്ട്, ഫ്ലോ ചാർട്ട്, സ്കാറ്റർ ഡയഗ്രാം, കോസ് ആൻഡ് എഫക്റ്റ് ഡയഗ്രാം, കൺട്രോൾ ചാർട്ട്. അപ്പം ഇത്രയും ഇതിൻ്റെയൊക്കെ ഒരു എലമെൻ്ററി ഐഡിയ എന്ന രീതിയിൽ മാത്രമാണ് പോകുന്നത്. ഇത്രയും ക്വാളിറ്റി കൺട്രോൾ ടൂളുകളാണ് നമുക്ക് നോക്കാനുള്ളത്. ദെൻ ഫസ്റ്റ് വൺ, ഹിസ്റ്റോഗ്രാം. വാട്ട് ഈസ് എ ഹിസ്റ്റോഗ്രാം? നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഹിസ്റ്റോഗ്രാം എന്ന്. ഹിസ്റ്റോഗ്രാമിലൊരു എക്സ് ആക്സിലും വൈ ആക്സിലും ഒരു പാരാമീറ്റേഴ്സ്, ഒരു വേരിയബിൾസ് ഉണ്ടാകും. അതിൻ്റെ ബേസിൽ നമ്മൾ വരയ്ക്കുന്ന ഒരു ബാർ ലൈക്ക് ആയിട്ടുള്ള ഡയഗ്രമാണ് ഹിസ്റ്റോഗ്രാം. ഹിസ്റ്റോഗ്രാം എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഷോയിങ് എ വിഷ്വൽ ഇംപ്രഷൻ ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡേറ്റ. ഇപ്പം നമുക്കൊരു പ്രോസസ്സ്, ആ പ്രോസസ്സിൽ നിന്ന് നമുക്ക് ഡേറ്റ കിട്ടി. ഫോർ എക്സാമ്പിൾ, നമ്മൾ കുറേ പ്രോഡക്റ്റ് നിർമ്മിച്ചു. ആ പ്രോഡക്റ്റിൽ എത്ര പ്രോഡക്റ്റ് ഡിഫക്റ്റീവായി, ആ ഡിഫക്റ്റീവ് ആവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മുടെ രണ്ട് പാരാമീറ്റേഴ്സ്. അതായത് വൈ ആക്സിസിൽ എത്ര പ്രോഡക്റ്റ് ഡിഫക്റ്റീവായി, എക്സ് ആക്സിസിൽ ആ പ്രോഡക്റ്റുകൾ ഡിഫക്റ്റീവ് ആകാനുള്ള കാരണം എന്താണ് എന്നാണ് ഗതിക്കോ. അങ്ങനെയെങ്കിൽ അത് വെച്ചുകൊണ്ട് നമ്മളൊരു ഹിസ്റ്റോഗ്രാം വരയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ എക്സിലും വൈയിലും നമുക്ക് വേണ്ട പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്, ഒരു പ്രോസസ്സിനെ, അല്ലെങ്കിൽ പ്രോസസ്സ് മാത്രമല്ല ഒരു മാർക്കറ്റ് സർവേ നടത്തുന്ന കേസിലും നമുക്ക് എന്തൊക്കെയാണോ ഒരു പാരാമീറ്റർ അനലൈസ് ചെയ്യേണ്ടത്, അതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഹിസ്റ്റോഗ്രാം വരയ്ക്കുക. ഈ കാണുന്നതൊക്കെ ഹിസ്റ്റോഗ്രാംസ് ആണ്. ദെൻ ഹിസ്റ്റോഗ്രാം വരയ്ക്കാൻ നേരത്ത് നമുക്ക് ആദ്യം വേണ്ടത് ഡേറ്റാസ് ആണ്. അപ്പോൾ അതിൽ നമുക്ക് എക്സ് ആണ് എന്താണ് പ്രിഫറൻസ്, വൈ എന്താണ് നമുക്ക് വേരിയബിൾ വേണ്ടത് എന്ന് ബേസ് ചെയ്യുന്നു. ദെൻ അതിനു വേണ്ട ഡേറ്റാസ് എടുക്കുന്നു. ആ ഡേറ്റാസിനെ വെച്ചുകൊണ്ട് നമ്മൾ ഹിസ്റ്റോഗ്രാം വരയ്ക്കുന്നു. ദെൻ ഈ ഹിസ്റ്റോഗ്രാമിൻ്റെ നേച്ചർ എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ്, നമ്മുടെ പ്രോസസ്സിൻ്റെ വേരിയേഷൻ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാം. അതായത് ഞാനതൊരു എക്സാമ്പിളിലൂടെ കാണിക്കാം. നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് നിർമ്മിക്കുന്നു. അതൊരു ഷാഫ്റ്റാണ്. ഞാൻ എപ്പോഴും ഷാഫ്റ്റ് എക്സാമ്പിൾ പറയാൻ കാരണം അത് കുറച്ചുകൂടി എളുപ്പമായതുകൊണ്ടാണ്. ഷാഫ്റ്റാണ്. ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ 10 mm ആണ്. അപ്പോൾ ഞാൻ എൻ്റെ വൈ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ഞാൻ ഡയമീറ്റർ ആയിട്ട് എടുത്തു. ഡയമീറ്ററാണ് എൻ്റെ പരിഗണനയിലുള്ളത്. വൈ ആക്സിസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോഡക്ട്സ് ആണ്. കരുതിക്കോ, നമ്പർ ഓഫ് പ്രോഡക്ട്സ്. ദെൻ ഞാൻ ഷാഫ്റ്റ് നിർമ്മിക്കുന്നത് 10 mm ഡയമീറ്ററുള്ള ഒരു ഷാഫ്റ്റാണ്. മീൻസ് എൻ്റെ ട്രൂ ആയിട്ടുള്ള ഡയമെൻഷൻ എന്ന് പറയുന്നത് 10 mm ആണ്. ഇനി ഞാൻ അതിനുശേഷം ഒരുപാട് പ്രോഡക്ട്സ് നിർമ്മിച്ചു. മേ ബി തൗസൻഡ്സ്, 10,000, 50,000, lakhs എക്സെട്ര. അങ്ങനെ പ്രോഡക്റ്റുകൾ നിർമ്മിച്ചു. എന്നിട്ട് ഞാൻ അത് വെച്ചുകൊണ്ടൊരു ഹിസ്റ്റോഗ്രാം വരയ്ക്കുകയാണ്. മീൻസ് നിർമ്മിച്ച ഓരോ പ്രോഡക്റ്റുകൾ അതിൽ എത്ര എണ്ണം എത്ര ഡയമെൻഷനിലുള്ളതാണ്. അപ്പോൾ ഹിസ്റ്റോഗ്രാം വരച്ചപ്പോൾ എനിക്ക് ഹിസ്റ്റോഗ്രാം ഇങ്ങനെ കിട്ടിയെന്ന് കരുതുക. ദെൻ ഈ ഹിസ്റ്റോഗ്രാമിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം 10 mm ആണ് നമ്മുടെ ഡയമീറ്റർ. 10 mm കൂടുതലുള്ള പ്രോഡക്ട്സ് നമ്മൾ കുറേ എണ്ണം നിർമ്മിച്ചു, 10 mm കുറവുള്ള പ്രോഡക്ട്സ് നമ്മൾ നിർമ്മിച്ചു. സോ നല്ല ഒരു വേരിയേഷൻ നമ്മൾ നിർമ്മിച്ച പ്രോഡക്റ്റിലുണ്ട്. അതായത് നമ്മളൊരു 50,000 പ്രോഡക്ട്സ് നിർമ്മിച്ചതിൽ കുറേ എണ്ണം 10 mm വന്നു, കുറേ എണ്ണം അതിൽ കൂടുതൽ പോയി, കുറേ എണ്ണം അതിൽ കുറവുള്ള ഡയമെൻഷൻസിലേക്കും പോയി. സോ നല്ലൊരു വേരിയേഷൻ നമ്മൾ നിർമ്മിച്ച പ്രോഡക്റ്റിലുണ്ടായി. എന്ന് പറഞ്ഞാൽ അതിൽ 10 mm അടുത്തുള്ള ഡയമെൻഷനുള്ള പ്രോഡക്റ്റാണ് നമുക്ക് വേണ്ടത്. മേ ബി ഒരു 9.9 mm ആയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ 10.1 ആയാലും കുഴപ്പമില്ല. പക്ഷേ അതിനേക്കാളും മുകളിലേക്കും പോയാൽ അതിനേക്കാളും താഴേക്കും ഡയമെൻഷൻ പോയ പ്രോഡക്റ്റുകൾ നമ്മൾ നിർമ്മിച്ചു. അപ്പോൾ അത്തരത്തിൽ നിർമ്മിച്ച പ്രോഡക്റ്റ് എല്ലാം വേസ്റ്റാണ്. അതിൽ ഡയമെൻഷൻ കൂടിയ പ്രോഡക്റ്റുകളാണെങ്കിൽ നമുക്ക് വീണ്ടും അത് ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് വേണമെങ്കിൽ ഡയമെൻഷൻ കുറയ്ക്കാം. പക്ഷെ ഡയമെൻഷൻ കുറഞ്ഞു പോയ പ്രോഡക്റ്റ് നമുക്കത് ഇനി യൂസ് ചെയ്യാനേ പറ്റത്തില്ല. സോ അത്തരത്തിൽ നല്ല വേരിയേഷൻ ഉണ്ട് എങ്കിൽ നമുക്ക് മനസ്സിലാകും
നമ്മുടെ പ്രോസസ്സ് ശരിയല്ല, ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഈ ഒരു രീതിയിലൂടെ നമുക്ക് മാക്സിമം ഉണ്ടാകാവുന്നത് വേസ്റ്റ് മാത്രമാണ്, നമുക്ക് നഷ്ടം ഉണ്ടാവില്ല എന്ന് മനസ്സിലാകും. ഇനി നമ്മൾ അടുത്തൊരു ഹിസ്റ്റോഗ്രാം എടുക്കുന്നു. ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ 10 mm ഡയമീറ്റർ തന്നെയാണ്. നമുക്ക് ഹിസ്റ്റോഗ്രാം ഓൾമോസ്റ്റ് ഈ രീതിയിലൊക്കെ കിട്ടിയെന്ന് കരുതുക. മീൻസ് നമ്മൾ നിർമ്മിച്ച പ്രോഡക്റ്റിൽ ഒരു 80-85% നമ്മുടെ ട്രൂ വാല്യൂ അല്ലെങ്കിൽ മീൻ വാല്യൂ ആയിട്ടുള്ള 10 mm അടുത്ത് തന്നെയാണ്. മീൻസ് നമ്മൾ നിർമ്മിച്ച പ്രോഡക്റ്റിൽ ഒരു 85% അക്സെപ്റ്റബിൾ ആണ്, അത് ഫെയിലിയർ അല്ല. കുറച്ച് പ്രോഡക്റ്റുകൾ മാത്രമേ ആ ഒരു ഡയമെൻഷനിൽ നിന്ന് മാറിപ്പോയുള്ളൂ, ഫെയിലിയർ ആയി പോയിട്ടുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ഡേറ്റാസ് അല്ലെങ്കിൽ ഈ ഒരു ഹിസ്റ്റോഗ്രാം വെച്ചുകൊണ്ട് മനസ്സിലാകും നമ്മുടെ പ്രോസസ്സ് ഓക്കെയാണ്. പക്ഷേ കുറേയും കൂടി ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫെയിലിയേഴ്സിനെയൊക്കെ അങ്ങ് ഒഴിവാക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാകും. ഇനി വേറൊരു ഹിസ്റ്റോഗ്രാം എടുക്കാം. ഈ ഹിസ്റ്റോഗ്രാമിൽ ഇപ്പം ഇങ്ങനെയാണ് ഹിസ്റ്റോഗ്രാം വരുന്നതെങ്കിൽ നമ്മൾ ഈ എടുത്തിരിക്കുന്ന എല്ലാത്തിൻ്റെയും ആവറേജ് എടുക്കുന്നു. ഈ ഹിസ്റ്റോഗ്രാമിൻ്റെ ഒരു ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് മേ ബി അക്സെപ്റ്റബിൾ ലെവലിലൊക്കെയാണ്. പക്ഷേ എന്നിരുന്നാലും കുറേ പ്രോഡക്റ്റുകൾ നമുക്കിതുപോലെ ട്രൂ വാല്യൂവിൽ നിന്നും അകന്ന് ഫെയിലിയർ രീതിയിലേക്ക് പോകുന്നുണ്ട്. സോ ഇത്തരത്തിൽ നമുക്ക് ഈ ഹിസ്റ്റോഗ്രാം വരച്ചുകൊണ്ട് നമ്മുടെ പ്രോസസ്സ് എങ്ങനെയുണ്ട്, നമ്മുടെ മെത്തേഡ് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ആ പ്രോസസ്സിങ് ഇമ്പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ആ ഇപ്പം നിലവിൽ ചെയ്യുന്നത് ഒരു ഫെയിലിയർ ആണോ പ്രോസസ്സ് എന്നൊക്കെയുള്ളത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ ഈ ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്ന ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് സാധിക്കും. അപ്പോൾ ഈ ഹിസ്റ്റോഗ്രാമിനോട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്വാളിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ക്വാളിറ്റി ഇപ്പം നിലവിൽ എങ്ങനെയുണ്ട്, നിലവിൽ മോശമാണെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യണം എന്ന് മനസ്സിലാവും. The histogram reveals the following about the process: centering of the data. ഒരു ഹിസ്റ്റോഗ്രാം അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ ഒരു ആവറേജ് പോകുന്നത്, അതിൻ്റെ ഒരു സെൻറ്റർ എങ്ങനെയാണ് പോകുന്നത്, അത് ഈ കാണുന്നതാണ് സെൻറ്ററിങ്. അതായത് സിമെട്രിക്കലായിട്ടാണോ പോകുന്നത്, ലെഫ്റ്റിൽ സ്ക്യൂഡ് റൈറ്റിലോട്ട് കുറവും ലെഫ്റ്റിലോട്ട് കൂടുതലും, ദെൻ ഇത് റൈറ്റിലോട്ട് കൂടുതലും ലെഫ്റ്റിലോട്ട് കുറവും, അല്ലെങ്കിൽ പ്ലേറ്റോ ടൈപ്പാണോ അല്ലെങ്കിൽ ഡബിൾ പീക്ക്ഡ് ടൈപ്പാണോ, അങ്ങനെ പല രീതിയിലുള്ള ഹിസ്റ്റോഗ്രാംസ് കിട്ടും. ഈ ഓരോ ഹിസ്റ്റോഗ്രാമിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ വ്യക്തമാകും എങ്ങനെയാണ് നമ്മുടെ പ്രോസസ്സിൻ്റെ പോക്ക് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാകുന്ന കാര്യം സെൻറ്ററിങ് ഓഫ് ദ ഡേറ്റ. ആ ഡേറ്റ വെച്ചുകൊണ്ട് ഹിസ്റ്റോഗ്രാമിൻ്റെ ഒരു ഷേപ്പ് എങ്ങനെ വരും. ദെൻ സ്പ്രെഡ് ഓഫ് ദ ഡേറ്റ, ആ വേരിയേഷൻ എങ്ങനെ വരും. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വേരിയേഷൻ സിമെട്രിക്കലായിട്ട് പോകുന്നു, ഇവിടെ വേരിയേഷൻ നോൺ യൂണിഫോം ആയിട്ട് പോകുന്നു, ഇവിടെയൊക്കെ ബാക്കിയുള്ളിടത്തൊക്കെ ഇവിടെയും രണ്ട് സൈഡിലേക്കും യൂണിഫോം ആയിട്ട് പോകുന്ന രീതി. അപ്പം അത്തരത്തിൽ നമ്മുടെ പ്രോസസ്സിൻ്റെ വേരിയേഷൻ എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ഈ ഡേറ്റാസ് ഉപയോഗിച്ചുകൊണ്ട് സാധിക്കും. പിന്നെ ഷേപ്പ് ഓഫ് ദ ഹിസ്റ്റോഗ്രാം നേരത്തെ കണ്ട പോലെ അത് ബെൽ ഷേപ്ഡ്, ഈ കാണുന്ന രീതിയിൽ ബെൽ ഷേപ്ഡ് ആകാം. ബെൽ ഷേപ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ബെൽ എങ്ങനെ വരയ്ക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്കൊരു ഹിസ്റ്റോഗ്രാം കിട്ടി. ദെൻ ഈ ഓരോ ഹിസ്റ്റോഗ്രാമിൻ്റെയും സെൻറ്ററുകൾ ചേർത്ത് നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കർവിനെയാണ് ബെൽ ഷേപ്ഡ് കർവ് എന്ന് പറയുക. ദെൻ ബെൽ ഓർ നോർമൽ ഷേപ്ഡ് ഹിസ്റ്റോഗ്രാം ഈസ് എക്സ്പെക്റ്റഡ്. അപ്പോൾ നമ്മൾ ഓൾവേസ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇതുപോലെ സിമെട്രിക്കൽ ആയിട്ടുള്ള ആ മീൻ വാല്യൂവിനോട് കൂടുതൽ ചേർന്നിരിക്കുന്ന ഒരു ഹിസ്റ്റോഗ്രാം ആയിരിക്കും. അപ്പോൾ മീൻ വാല്യൂവിൽ നിന്ന് അകന്ന്, ഈ കാണുന്ന പോലെ ഈ മീൻ വാല്യൂവിൽ നിന്ന് അകന്ന് പോകുന്നതോറും നമുക്ക് മനസ്സിലായി വേരിയേഷൻസ് ഒരുപാട് നമ്മുടെ പ്രോസസ്സിലുണ്ട്. അപ്പോൾ ആ വേരിയേഷൻസ് ഏറ്റവും മിനിമം ആക്കിക്കൊണ്ട്, വേരിയേഷൻ മിനിമം ആക്കുക മീൻസ് നമ്മളുണ്ടാക്കുന്ന പ്രോഡക്റ്റ് എല്ലാം ട്രൂ വാല്യൂവിനോട് ചേർന്ന് അല്ലെങ്കിൽ ആവറേജ് വാല്യൂവിനോട് ചേർന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ അത്രത്തോളം നമ്മുടെ ക്വാളിറ്റി കൂടുതലാണ് എന്നുള്ളത് മനസ്സിലാക്കാം. Then other than normal or bell shape means something wrong with the process responsible for poor quality. അപ്പോൾ ഈ ഹിസ്റ്റോഗ്രാമിൽ നിന്ന് പ്രോസസ്സ് അത് ക്വാളിറ്റിയുള്ള പ്രോസസ്സാണോ അല്ലെങ്കിൽ പൂർ ക്വാളിറ്റിയുള്ള പ്രോസസ്സാണോ എന്ന് മനസ്സിലാകും. ദെൻ സ്കൂനസ്, ഈ കാണുന്ന പോലെ
നമ്മൾ എപ്പോഴും ഒരു ഹിസ്റ്റോഗ്രാം വരയ്ക്കാൻ നേരത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 mm ഉണ്ടാകും. നമുക്ക് ഒരു അപ്പർ ലിമിറ്റ് വെക്കും. ഒരു 10.5 mm വരെ ആയാലും നമ്മുടെ ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ ഓക്കെ, അക്സെപ്റ്റബിൾ ആണ്. 9.5 വരെ ആയാലും കുഴപ്പമില്ല, അക്സെപ്റ്റബിൾ ആണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഈ ലോവർ ലിമിറ്റിനും അപ്പർ ലിമിറ്റിനും ഇടയ്ക്ക് വരുന്ന എല്ലാം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. കാരണം ആ പ്രോഡക്റ്റൊക്കെയും അക്സെപ്റ്റബിൾ ആണ്. അപ്പർ ലിമിറ്റിന് മുകളിലോട്ടോ ലോവർ ലിമിറ്റിന് താഴോട്ടോ പോകുന്ന പ്രോഡക്റ്റുകളൊന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് റിജക്റ്റ് ചെയ്യണം, നമ്മുടെ സ്പെക്കിനകത്ത് വരുന്ന അല്ല. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഹിസ്റ്റോഗ്രാം, ആ ഹിസ്റ്റോഗ്രാമിൽ നിന്ന് നമുക്ക് ഈ വേരിയേഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ എപ്പോഴും ഈ പ്രോസസ്സ് അത് അപ്പർ ലിമിറ്റിനും ലോവർ ലിമിറ്റിനും ഇടയ്ക്ക് നിൽക്കുന്നതിനേക്കാളും നല്ലത് ഈ മീൻ വാല്യൂവിനോട് എത്രത്തോളം അടുത്ത് വരാൻ സാധിക്കുന്നോ അത്രയും മികച്ചതാണ് ഒരു പ്രോസസ്സിൻ്റെ ക്വാളിറ്റി. Then skewness is the indication whether the process is balanced or not. Then skewness ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രോസസ്സ് ബാലൻസ്ഡ് ആണോ അല്ലയോ എന്ന് നമ്മൾ പറയാം. ബാലൻസ്ഡ് ആണെങ്കിൽ അത് സിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആയിരിക്കും. ആ പ്രോസസ്സിലെ ഡേറ്റാസ് സ്പ്രെഡ് ചെയ്യുന്ന രീതി വെച്ച് അത് സിമെട്രിക്കൽ ആയിരിക്കും. ഇഫ് ദ ഹിസ്റ്റോഗ്രാം ഈസ് സിമെട്രിക്കൽ ഓർ പ്രപ്പോർഷണൽ ദെൻ സ്ക്യൂനെസ് ഈസ് 0. ഈ കാണുന്ന രീതിയിൽ പ്രപ്പോർഷണലായിട്ടാണ് രണ്ട് സൈഡിലേക്കും മീനിൻ്റെ രണ്ട് സൈഡിലേക്കും സിമെട്രിക്കലായിട്ടാണ് പോകുന്നതെങ്കിൽ സ്ക്യൂനെസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇഫ് ദ ലെഫ്റ്റ് ഹാൻഡ് ടെയിൽ ഈസ് ലോങ്ങർ ദെൻ സ്ക്യൂനെസ് വിൽ ബി നെഗറ്റീവ്. ഇഫ് ദ റൈറ്റ് ഹാൻഡ് ടെയിൽ ഈസ് ലോങ്ങർ സ്ക്യൂനെസ് വിൽ ബി പോസിറ്റീവ്. എക്സിസ്റ്റൻസ് ഓഫ് സ്ക്യൂനെസ് ഷോസ് വേരിയേഷൻ ഇൻ ദ പ്രോസസ്. അപ്പോൾ ഈ കാണുന്ന പോലെ സ്ക്യൂനെസ് റൈറ്റ്, സ്ക്യൂനെസ് ലെഫ്റ്റ്, അല്ലെങ്കിൽ പ്ലേറ്റോ, ഡബിൾ പീക്ക്, ഇതെല്ലാം കാണിക്കുന്ന വേരിയേഷൻ ഉണ്ട്. അതായത് നമ്മളൊരു പ്രോഡക്റ്റ് നിർമ്മിച്ചപ്പോൾ അത് സിമെട്രിക്കൽ ആയിട്ടല്ല പോകുന്ന വേരിയേഷൻ ഉണ്ട്. ഇനി സിമെട്രിക്കൽ തന്നെയും ആ നമ്മൾ മീനിനോട് അടുത്തിരിക്കണം. മീനിന് മാറി മാറി പോകും തോറും അവിടെയും വേരിയേഷൻ ഉണ്ട്, എററുണ്ട്. ദെൻ ലിമിറ്റേഷനാണ് ഹിസ്റ്റോഗ്രാമിൻ്റെ ഒന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ലിമിറ്റേഷനാണ് ഇത്. ടൈം ഡിപ്പെൻഡൻറ്റ് ഓർ ടൈം റിലേറ്റഡ് ട്രെൻഡ്സ് ഇൻ ദ പ്രോസസ് മേ നോട്ട് ബി റിവീൽഡ്. അതായത് ടൈമിനനുസരിച്ച് ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ഇപ്പോൾ ടൈം ഡിപ്പെൻഡ് ആയിട്ട് ഇന്നിത് നാളത്തെ എത്ര, നാളത്തെ കഴിഞ്ഞ് എത്ര എന്ന് വെച്ചാൽ ഒരു ടൈം ഡിപ്പെൻഡ് ആയിട്ടുള്ള ഒന്നല്ല ഹിസ്റ്റോഗ്രാം. ദെൻ റാൻഡംനെസ് ഇൻ ദ ഡേറ്റ ഇൻ ഡെവലപ്പിംഗ് ഹിസ്റ്റോഗ്രാം ലോസസ് ദ വൈറ്റൽ ഇൻഫർമേഷൻ. ഈ രണ്ട് ലിമിറ്റേഷനാണ് ഹിസ്റ്റോഗ്രാമിൻ്റെ. ദെൻ അടുത്ത ഒരു കൺട്രോൾ ടൂളാണ് റൺ ചാർട്ട്. റൺ ചാർട്ടിൽ നമുക്കൊരു അപ്പർ ലിമിറ്റ് ഉണ്ടാകും, ലോവർ ലിമിറ്റ് ഉണ്ടാകും. റൺ ചാർട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് മെഷർ ചെയ്യേണ്ട പാരാമീറ്റർ, മെഷർമെൻ്റ് എന്താണോ അതിന് ടൈമിനനുസരിച്ചുണ്ടാകുന്ന ഒരു വേരിയേഷൻ, ആ വേരിയേഷൻ ആയിരിക്കും നമ്മളിവിടെ നോക്കുന്നത്. ഹിസ്റ്റോഗ്രാമിൽ നമുക്ക് നോക്കാൻ പറ്റിയില്ല, പക്ഷേ റൺ ചാർട്ടിൽ ടൈം ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒന്നാണ് റൺ ചാർട്ട്. ഇപ്പം ഇവിടെയും നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ കാണിക്കുന്ന ഡയഗ്രാം പോലെ തന്നെ വൈ ആക്സിസിൽ ഡിഫക്റ്റ് ഡെൻസിറ്റിയും എക്സ് ആക്സിസിൽ നമ്മൾ മന്തുമാണ് കൊടുത്തിരിക്കുന്നത്. ജാനുവരിയിൽ എന്തുമാത്രം ഡിഫക്റ്റ് ഉണ്ടായി, ഫെബ്രുവരിയിൽ, മാർച്ചിൽ, ഏപ്രിൽ, മെയ്യിൽ. ദെൻ നമ്മളൊരു അപ്പർ കൺട്രോൾ ലിമിറ്റും ലോവർ കൺട്രോൾ ലിമിറ്റും സെറ്റ് ചെയ്തു. അതോടൊപ്പം തന്നെ ഒരു മീൻ ആയിട്ടുള്ള വാല്യൂ ഉണ്ടാകും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 10 mm, 9.5 mm, 10.5 mm. 10.5 അപ്പർ ലിമിറ്റ്, 9.5 ലോവർ ലിമിറ്റ്, 10 mm എന്ന് പറയുന്നത് മീൻ. ദെൻ നമുക്ക് ഈ ഒരു കർവ്, ഈ റൺ ചാർട്ടിൽ നിന്ന് മനസ്സിലാകും എങ്ങനെയാണ് വേരിയേഷൻ പോകുന്നത് എന്നുള്ളത്. അതായത് ഈ അപ്പർ കൺട്രോൾ ലിമിറ്റിനും ലോവർ കൺട്രോൾ ലിമിറ്റിനും ഇടയ്ക്കാണ് ഈ കർവ് വരുന്നതെങ്കിൽ നമുക്ക് മനസ്സിലായി നമ്മുടെ പ്രോസസ്സ് എന്ന് പറയുന്നത് അണ്ടർ ലിമിറ്റ് ആണ് എന്ന്, നമ്മുടെ അണ്ടർ കൺട്രോളിലാണ് എന്ന് മനസ്സിലാകാം. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ജൂലൈയിൽ അപ്പർ ലിമിറ്റിനേക്കാളും കണ്ടമാനം കൂടുതൽ പ്രോഡക്ട്സ് നമ്മൾ നിർമ്മിച്ചു. അപ്പോൾ ജൂലൈ എന്ന് പറയുന്ന ആ മാസത്തിൽ നമുക്ക് ഡിഫക്റ്റീവ് പ്രോഡക്റ്റിൻ്റെ എണ്ണം കൂടി. അതുപോലെ തന്നെ മെയ് നോക്കുവാണെങ്കിൽ ലോവർ ലിമിറ്റിനേക്കാളും താഴെ കുറച്ച് പ്രോഡക്റ്റുകൾ നിർമ്മിച്ചു. അപ്പോൾ ഇത്തരത്തിൽ ടൈമിനനുസരിച്ച് നമ്മുടെ എന്താണോ ആ മെഷർമെൻറ്റ് ഉണ്ടാകുന്ന വേരിയേഷൻ വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രോസസ്സ് എത്രത്തോളം എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇവിടെ ജാനുവരി ടു ഏപ്രിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ പ്രോസസ്സ് പോയ രീതി ഓക്കെയാണ്. പിന്നെ മെയ് തൊട്ട് ഒരു ജൂലൈ ആ റേഞ്ചിൽ
നമുക്ക് എന്തോ വേരിയേഷൻ ഉണ്ടായിട്ടുണ്ട്, കാരണം ഡിഫക്റ്റീവ് പ്രോഡക്റ്റിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട്. ഇനി കാണുന്നത് റൺ ചാർട്ടാണ്. റൺ ചാർട്ട്സ് ആർ ബെറ്റർ ഓപ്ഷൻസ് ഓവർ ഹിസ്റ്റോഗ്രാംസ്. എന്താണ് കാരണം? എ റൺ ചാർട്ട് റിപ്രസെൻറ്റ്സ് ചേഞ്ച് ഇൻ മെഷർമെൻറ്റ് ഓവർ എ സീക്വൻസ് ഓർ ടൈം. ടൈമിനനുസരിച്ചുണ്ടാകുന്ന മെഷർമെൻ്റ് ചേഞ്ച് അത് നമുക്ക് റൺ ചാർട്ടിലൂടെ കിട്ടുന്നു. ദെൻ റൺ ചാർട്ടിൽ നമുക്ക് എങ്ങനെ മേക്ക് ചെയ്യാം? ആ ഡേറ്റയ്ക്ക് ടൈമിലുണ്ടാകുന്ന വേരിയേഷൻ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നു. പ്ലോട്ട് ചെയ്തതിന് ശേഷം അതിനെ വെച്ചുകൊണ്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു. നമ്മൾ നേരത്തെ ഇൻ്റർപ്രിട്ടേഷൻ പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് ലോസസ് കൂടുതലാണ്, ഇവിടെ നമുക്ക് ലോസസ് കൂടുതലാണ്. റൺ ചാർട്ട് റിവീൽസ് ദ ഫോളോയിങ് അബൌട്ട് ദി പ്രോസസ്. റൺ ചാർട്ടിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാം? റൺ ചാർട്ട് ഡിസ്പ്ലേ പ്രോസസ് പെർഫോമൻസ് ഓവർ ടൈം. ടൈമിനനുസരിച്ച് ഒരു പ്രോസസ്സിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടു ഓരോ മാസത്തിലും എങ്ങനെയാണ്, എപ്പോഴാണ് നമ്മുടെ ലിമിറ്റിന് ഉള്ളിൽ വന്നത്, എപ്പോഴാണ് ലിമിറ്റിന് പുറത്തേക്ക് പോയത് നമ്മൾ കണ്ടു. ഇത്തരത്തിൽ ടൈമിനനുസരിച്ച് ഒരു പ്രോസസ്സ്, ആ പ്രോസസ്സിനുണ്ടാകുന്ന വേരിയേഷൻ അത് നമുക്ക് ഈ റൺ ചാർട്ട് ഉപയോഗിച്ചുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് റൺ ചാർട്ട് എന്ന പേര് പോലെ തന്നെ റൺ ചെയ്യുമ്പോഴുണ്ടാകുന്ന ക്വാളിറ്റി ഒരു അസസ്മെൻ്റ് ആണ് ഈ ഒരു ടൂൾ നടത്തുന്നത്. അതായത് ഒരു മാസം നല്ല രീതിയിൽ റൺ ചെയ്തു, അടുത്തൊരു മാസം എവിടെയോ നല്ല വേരിയേഷൻ ഉണ്ടായി. അത് മേ ബി എംപ്ലോയീസിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളാകാം, അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സ് കേടായത് മൂലമാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മെത്തഡോളജിയിലുള്ള പ്രശ്നങ്ങൾ മൂലമാകാം. അപ്പം അത്തരത്തിൽ ടൈമിനനുസരിച്ച് നമുക്കുണ്ടാകുന്ന ആ ഒരു വേരിയേഷൻ അതിനെ കറക്റ്റായിട്ട് റിവീൽ ചെയ്യാൻ റൺ ചാർട്ട് സ്യൂട്ടബിളാണ്. ദെൻ ട്രെൻഡ്സ്, സൈക്കിൾസ് ആൻഡ് ലാർജ് വേരിയേഷൻസ് ആർ ക്ലിയർലി വിസിബിൾ. അതോടൊപ്പം തന്നെ ഒരു ആവറേജ് ലൈൻ, ഞാൻ നേരത്തെ പറഞ്ഞു ഈ അപ്പർ ലിമിറ്റിനും ലോവർ ലിമിറ്റിനും ഇടയ്ക്ക് ഒരു ആവറേജ് ലൈൻ വെച്ചുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് ആ ആവറേജ് ലൈനിൽ നിന്നും എന്തുമാത്രമാണ് വേരിയേഷൻ ഉണ്ടാകുന്നത്. കാരണം ആവറേജ് ആണ് നമ്മുടെ ട്രൂ വാല്യൂ. അപ്പോൾ ട്രൂവിൽ നിന്നും എന്തുമാത്രം വേരിയേഷൻസ് ഉണ്ടാകുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ റൺ ചാർട്ട് ഹെൽപ്ഫുള്ളാണ്. ദെൻ അടുത്ത ഒരു ക്വാളിറ്റി കൺട്രോൾ ടൂളാണ് പെരട്ടോ ചാർട്ട്. നമ്മൾ ജോസഫ് എം ജുറാൻ്റെ പെരട്ടോ പ്രിൻസിപ്പിൾ അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ചാർട്ടാണ് പെരട്ടോ ചാർട്ട്. പെരട്ടോ പ്രിൻസിപ്പിൾ നമുക്കറിയാം 80% പ്രോബ്ലംസിനും കാരണം 20% ആയിട്ടുള്ള മേജർ ആയിട്ടുള്ള കാരണങ്ങളാണ്. ആ 20% കാരണത്തെ കണ്ടെത്തുക എന്ന ഉദ്ദേശത്തോടെയുള്ള ഒന്നാണ് പെരട്ടോ ചാർട്ട്. അപ്പോൾ ഈ പെരട്ടോ ചാർട്ട് എന്താണ് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം, എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. 80% ഓഫ് പ്രോബ്ലംസ് ആർ കോസ്ഡ് ഡ്യൂ ടു 20% ഓഫ് ദ കോസസ്. അപ്പോൾ 80% പ്രോബ്ലത്തിൻ്റെയും മേജറായിട്ടുള്ള ആ 20% അതിനെ കണ്ടെത്തുകയാണ് പെരട്ടോ ചാർട്ട് യൂസ് ചെയ്തുകൊണ്ട്. Then used to identify the few vital factors that are causing most of the problems. Then ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നേരത്തെ കണ്ടിരുന്നു പെരട്ടോ ചാർട്ടിൻ്റെ ഹെഡിങ്ങിന് താഴെയായിട്ടൊരു ഫിഗർ. ദെൻ പെരട്ടോ ചാർട്ട് എങ്ങനെയാണ് നമ്മൾ ഡ്രോ ചെയ്യുക? അറേഞ്ച്ഡ് ഇൻ ഡിസെൻഡിങ് ഓർഡർ. അവിടെ നമ്മൾ വാല്യൂസ് എല്ലാം ഡിസെൻഡിങ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്യുക. മീൻസ് ലെഫ്റ്റിലെ ഏറ്റവും ഹൈ ആയിട്ടുള്ളത് തൊട്ട് കുറഞ്ഞു വരുന്ന രീതിയിലാണ്, ഒരു ഡിസെൻഡിങ് ഓർഡറിലാണ് നമ്മളിത് അറേഞ്ച് ചെയ്യുക. ദെൻ നമുക്കിനി ആ ഒരു ഗ്രാഫിലേക്ക് പോകാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ നമുക്ക് 2 വേരിയബിൾസ് ഉണ്ടാകും, എക്സും വൈയും. അപ്പോൾ ഈ എക്സ് വൈ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ ഇതുപോലെ ബാർ ആയിട്ട് വരച്ചിരിക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളത് ഏറ്റവും കൂടിയത് തൊട്ട് കുറഞ്ഞു വരുന്ന രീതിയിലാണ് നമ്മളത് അറേഞ്ച് ചെയ്യുക. ലെഫ്റ്റിലെ ഡയഗ്രം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആകും. അവിടെ നമ്മുടെ വൈ ആക്സിസ് എന്ന് പറയുന്നത് ഡിഫക്റ്റ് ഡെൻസിറ്റിയാണ്. മീൻസ് നമ്മൾ നിർമ്മിച്ച പ്രോഡക്റ്റിൽ എത്ര എണ്ണം ഡിഫക്റ്റീവ് പ്രോഡക്റ്റുകളായി. എക്സ് ആക്സിസ് എന്ന് പറയുമ്പം ആ ഡിഫക്റ്റിന് കാരണക്കാരാരൊക്കെയാണ് എന്നുള്ളതാണ് എക്സ് ആക്സിസിൽ കൊടുത്തിരിക്കുക. ഫോർ എക്സാമ്പിൾ ഷ്രിങ്ക് എന്ന് പറയുന്ന ഒരു കാരണം, അതുമൂലം ഡിഫക്റ്റീവ് പ്രോഡക്റ്റ് ഉണ്ടാകാം.
പോറോസിറ്റി, വേൾഡ് ലോ ഓഫ് ഷെൽ ഇൻക്ലൂഷൻ എക്സെട്ര. അപ്പം ഇത്തരത്തിൽ എക്സ് ആക്സിസിൽ എന്താണോ ആ ഡിഫക്റ്റ് ഉണ്ടാവാൻ കാരണം, വൈ ആക്സിസിൽ ആ ഡിഫക്റ്റ് മൂലം ഉണ്ടായ ഡെൻസിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇവിടെ നമ്മൾ പറഞ്ഞു ഏറ്റവും ഹൈ ആയിട്ടുള്ളത് ലെഫ്റ്റിലോട്ട്, ദെൻ കുറഞ്ഞു വരുന്ന രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഔത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി എന്താണ് ഷ്രിങ്ക് എന്ന് പറയുന്ന ഒരു ഡിഫക്റ്റാണ് ഏറ്റവും കൂടുതൽ ഡിഫക്റ്റീവ് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നതിന് കാരണക്കാരൻ. അപ്പോൾ ആ 80% പ്രോബ്ലംസിൻ്റെ മേജറായിട്ടുള്ള 20ക്ക് ഒരു കാരണക്കാരൻ ഷ്രിങ്കാണ്. ദെൻ വരുന്ന കാരണക്കാരൻ പൊറോസിറ്റിയാണ്. ദെൻ വെൽഡ് ലോഫ് ആണ്. അപ്പോൾ ഏറ്റവും കുറവ് ടങ്സ്റ്റൺ ഇൻക്ലൂഷൻ പോലെയുള്ള ഡിഫക്റ്റാണ്. അതുമൂലം ഉണ്ടാകുന്ന ഡിഫക്റ്റീവ് പ്രോഡക്റ്റുകളാണ് ഏറ്റവും കുറവെന്ന് നമുക്ക് ഈ ഒരു പെരട്ടോ ചാർട്ടിൽ നിന്ന് മനസ്സിലാകും. ദെൻ പെരട്ടോ ചാർട്ട് ഞാൻ കാണി. പിന്നെ അതോടൊപ്പം തന്നെ ഒരു കാര്യം ഞാൻ വിട്ടുപോയി. ദെൻ പെരട്ടോ ചാർട്ടിൽ ഒരു കാര്യം കൂടെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും, ദാറ്റ് ഈസ് ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ്. പിന്നെ പെരട്ടോ ചാർട്ട് എങ്ങനെ നമ്മൾ മേക്ക് ചെയ്യും. ദെൻ നമുക്ക് അതൊക്കെയാണ് കാറ്റഗറീസ്, എക്സ് വൈ എന്തൊക്കെയാണ് എന്ന് നമ്മൾ ആദ്യം നോക്കുന്നു. ദെൻ ഡേറ്റാസ് എടുക്കുന്നു. ദെൻ ആ ഡേറ്റാസിനെ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നു. കാരണം ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ കാരണം നമുക്ക് കണ്ടെത്തണം ആ 20% വൈറ്റൽ ഫാക്ടേഴ്സിനെ കണ്ടെത്തുക. ഇതിന് ഇവിടെ ഒരു ടേബിൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഡിഫക്റ്റ് ആണ് ഈ കൊടുത്തിരിക്കുന്നതെല്ലാം. നമ്മൾ ടോട്ടൽ 144 പ്രോഡക്ട്സ് നിർമ്മിച്ചു എന്ന് കരുതുക. അപ്പോൾ ഡിഫക്റ്റ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. മിസ്മാച്ച്, ഡ്രോപ്പ്, സ്കാബ്, ഹോട്ട് ഇയർ, ഈ കൊടുത്തിരിക്കുന്ന എല്ലാം ഡിഫക്റ്റാണ്. ഈ ഡിഫക്റ്റ് മൂലം എത്ര പ്രോഡക്ട്സ് ഡിഫക്റ്റീവായി എന്നുള്ളതാണ് ഈ കൊടുത്തിരിക്കുന്നത്. മിസ്മാച്ച് മൂലം 67 പ്രോഡക്റ്റുകൾ ഡിഫക്റ്റീവായി. ഡ്രോപ്പ് മൂലം 24 പ്രോഡക്റ്റ് ഡിഫക്റ്റീവായി. സ്കാബ് മൂലം 17 പ്രോഡക്ട്സ്. അങ്ങനെ ടോട്ടൽ 144 പ്രോഡക്റ്റ് ഡിഫക്റ്റീവായി പോയി. അപ്പോൾ നമുക്ക് ഈ ഒരു ടേബിളിൽ തന്നെ മനസ്സിലാകും 144 പ്രോഡക്റ്റിൽ 67 പ്രോഡക്റ്റും, അതായത് 46.5% പ്രോബ്ലത്തിനും കാരണക്കാരൻ മിസ്മാച്ച് എന്ന് പറയുന്ന ഒരു ഡിഫക്റ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലായി. ദെൻ അതിൻ്റെ ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ദെൻ നമ്മൾ അതിൻ്റെ ഡയഗ്രം വരയ്ക്കുന്നു. ദെൻ ഏറ്റവും കൂടിയ മിസ്മാച്ച്, ദെൻ ഡ്രോപ്പ്, സ്കാബ്, ഹോട്ട് ഇയർ, മിശ്രം. പൗത്തിൽ നമുക്ക് മനസ്സിലാകും ഏതാണ് ആ 20% ആയിട്ടുള്ള വൈറ്റൽ ആയിട്ടുള്ള ഡിഫക്റ്റ് ഉണ്ടാകുന്നതിന് കാരണക്കാരൻ. ദെൻ ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് കർവായിട്ടും വരയ്ക്കുന്നു. അപ്പോൾ അത് തന്നെയാണ് വീണ്ടും ഈ ഒരു ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ദെൻ അടുത്തതാണ് ഫ്ലോ ചാർട്ട്. അടുത്ത ക്വാളിറ്റി കൺട്രോൾ ടൂളാണ് ഫ്ലോ ചാർട്ട്. ഫ്ലോ ചാർട്ട് നമുക്കറിയാം ഒരു പ്രോസസ്സിൻ്റെ തുടക്കം മുതൽ, അല്ലെങ്കിൽ അതിൻ്റെ ഇൻപുട്ട് എന്താണോ ആ ഇൻപുട്ട് മുതൽ ആ പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ട് വരെയുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു പ്രോസസ്സിൻ്റെ ഫ്ലോ എങ്ങനെയാണ് എന്നുള്ളത് പ്രസൻറ്റ് ചെയ്യുന്ന ഒന്നാണ് ഫ്ലോ ചാർട്ട്. നമ്മളങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നുള്ള ഗുണം എന്താണ്? ആ പ്രോസസ്സിൽ ഓരോ കൈവഴികളും ഓരോ കാര്യങ്ങളും നമുക്ക് ക്ലിയർ ആകും. അത് വെച്ചുകൊണ്ട് ആ പ്രോസസ്സിനെ ക്വാളിറ്റി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിനൊരു എക്സാമ്പിളിൽ തന്നെ നമുക്ക് നോക്കാം. ഇവിടെ റൈറ്റ് സൈഡിലുള്ള ഫിഗറിൽ നമുക്ക് ലാമ്പ് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രോബ്ലം. അങ്ങനെയെങ്കിൽ നമുക്ക് അതിനൊരു ഫ്ലോ ചാർട്ട് വരയ്ക്കാം. ലാമ്പ് വർക്ക് ചെയ്യാത്തതിന് കാരണം എന്തൊക്കെയാണ്? ഒന്ന്, ലാമ്പ് പ്ലഗ് ചെയ്തിട്ടുണ്ടാകില്ല. ഇതൊരു ഡിസിഷനാണ്. ലാമ്പ് പ്ലഗ് ചെയ്തിട്ടുണ്ടാകാമോ എന്നുള്ള ഒരു ഡിസിഷനാണ്. ലാമ്പ് പ്ലഗ് ചെയ്തിട്ടില്ല എങ്കിൽ ലാമ്പ് പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ ലാമ്പ് വർക്ക് ചെയ്യും. ഇനി അതല്ല, ലാമ്പ് പ്ലഗ് ചെയ്തിട്ടുണ്ട് എങ്കിൽ കൂടിയും ലാമ്പ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ അടുത്തൊരു തീരുമാനത്തിലേക്ക്, ഡിസിഷനിലേക്ക് പോവുകയാണ്. ബൾബ് ബേൺ ഔട്ട് ആയതാണോ? ഇനി ബൾബ് ബേൺ ഔട്ട് ആയതാണ് എങ്കിൽ ബൾബ് റീപ്ലേസ് ചെയ്താൽ ലാമ്പ് വർക്ക് ചെയ്യും. ഇനി അതല്ല കാരണമെങ്കിൽ നമ്മൾ പുതിയ ലാമ്പ് വാങ്ങിക്കണം. അപ്പം ഇത്തരത്തിൽ നമ്മളൊരു പ്രോസസ്സ്, ആ പ്രോസസ്സിനെ ഈ ഒരു രീതിയിൽ ഫ്ലോ ചാർട്ടായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നു. ഇവിടെ ലാമ്പ് വർക്ക് ചെയ്യുന്നില്ല എന്നൊരു കാരണം, അതിന് എന്തൊക്കെ കാര്യങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരാം.
ബൾബ് മാറാം, ബാറ്ററി മാറാം, ലാമ്പ് റീപ്ലേസ് ചെയ്യാം തുടങ്ങി ആ ലാമ്പുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തിനെയും നമ്മളൊരു ഫ്ലോ ചാർട്ടിൽ പ്രസൻറ്റ് ചെയ്യുന്നു. ഇതുപോലെ തന്നെയാണ് ഒരു ഓർഗനൈസേഷനിലെ ഒരു പ്രോസസ്സ്. ആ പ്രോസസ്സിൻ്റെ ഇൻപുട്ട് മുതൽ ഔട്ട്പുട്ട് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇതുപോലെ ഫ്ലോ പോലെ എഴുതി വെക്കുന്നു. അപ്പോൾ എവിടെയെങ്കിലും ഒരു പ്രോബ്ലം എറേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തിന് കാരണം എന്താണെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ ലാമ്പ് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ എന്തൊക്കെ സാധ്യതകളുണ്ട് എന്നുള്ളത് ആ ഒരു ഫ്ലോ ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ലാമ്പ് വർക്ക് ചെയ്യാത്തോ, ബാറ്ററി വർക്ക് ചെയ്യാത്തോ, പ്ലഗ് ചെയ്യാത്തതോ, അല്ലെങ്കിൽ ഫിലമെൻ്റ് പോയതോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളാകാം. അപ്പോൾ അതുപോലെ ഒരു പ്രോസസ്സിലെ എവിടെയെങ്കിലും ഒരു പ്രോസസ്സിന് വേരിയേഷൻ ഉണ്ടാകുന്നു. നമ്മൾ റൺ ചാർട്ടിൽ കണ്ട പോലെ ഒരു മാസത്തിൽ കണ്ടമാനം വേരിയേഷൻ, കണ്ടമാനം ഡിഫക്റ്റീവ് പ്രോഡക്റ്റുകൾ ഉണ്ടായി. അപ്പോൾ എന്താണ് കാരണം? ആ പ്രോസസ്സിൽ അത്രയും വേരിയേഷൻ ഉണ്ടാകാൻ എന്താണ് കാരണമെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ പ്രോസസ്സിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടൊരു ഫ്ലോ, ആ പ്രോസസ്സിൻ്റെ ഫ്ലോയിനെ നമ്മളൊരു ഫ്ലോ ചാർട്ടായിട്ട് പ്രസൻറ്റ് ചെയ്താലേ സാധിക്കൂ. ദെൻ നമ്മളിങ്ങനെ ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ നേരത്ത് ഈ ഒരു സിമ്പിൾ സൂചിപ്പിക്കുന്ന സ്റ്റാർട്ടും എൻഡും ആണ്. അത് ഓവൽ ഷേപ്പിലാണ് സൂചിപ്പിക്കുക. ആരോ സൂചിപ്പിക്കുന്നത് കണക്ഷനാണ്. ഇപ്പം ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ഓരോന്നുമായിട്ടുള്ള കണക്ഷൻസ് ആണ് ഈ ആരോ. ദെൻ ഓവൽ ഷേപ്പിലുള്ളത് സ്റ്റാർട്ടും എൻഡും. ദെൻ പാരലോഗ്രാം ഷേപ്പിലുള്ളതാണ് ഇൻപുട്ടും ഔട്ട്പുട്ടും. ദെൻ റെക്ടാങ്കിൾ ഷേപ്പിലുള്ളതാണ് പ്രോസസ്സ്. ദെൻ ഡയമണ്ട് ഷേപ്പിലുള്ളതാണ് ഡിസിഷൻ, എന്താണ് തീരുമാനം. നമ്മളിവിടെ എടുത്ത പോലെ ലാമ്പ് പ്ലഗ് ഇൻ ചെയ്തോ എന്നുള്ളൊരു തീരുമാനം, അല്ലെങ്കിൽ ബൾബ് ബേൺ ആയോ എന്നുള്ള തീരുമാനം. അപ്പം അത്തരത്തിലുള്ള ഡിസിഷൻ ഡയമണ്ട് ഷേപ്പിൽ കാണിക്കും. ദെൻ അടുത്തൊരു എക്സാമ്പിളാണ് ഒരു ഹോസ്പിറ്റൽ. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ എ റൂട്ടീൻ ചെക്കപ്പ് പ്രോസസ് ബൈ എ പേഷ്യൻറ്റ്. ഒരു പേഷ്യൻ്റ് ഒരു ഹോസ്പിറ്റലിൽ കയറി റൂട്ടീനായിട്ടൊരു ചെക്കപ്പിന് വേണ്ടി പോകുന്നു. ദെൻ അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത്. സ്റ്റാർട്ട്, പേഷ്യൻ്റ് ഹോസ്പിറ്റലിലേക്ക് എൻ്റർ ചെയ്യുന്നു. പേഷ്യൻറ്റിന് ഓൾറെഡി അവിടെ ഒരു രജിസ്റ്റേർഡ് ആണ് എങ്കിൽ, രജിസ്റ്റേർഡ് ആണോ അല്ലയോ എന്നുള്ളതാണ് നമ്മുടെ ഡിസിഷൻ. രജിസ്റ്റേർഡ് ആണ് എങ്കിൽ നേരെ നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രൈമറി ചെക്കപ്പായ വെയിറ്റ്, ഹൈറ്റ്, ബ്ലഡ് പ്രഷറിലേക്ക് പോകുന്നു. രജിസ്റ്റേർഡ് അല്ല എങ്കിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ചെക്കപ്പിന് പോകുന്നു. ദെൻ അതിനുശേഷം കൺസൾട്ട് ഡോക്ടർ. ദെൻ അതിനുശേഷം ഹോസ്പിറ്റലിൽ നിന്ന് ലീവ് ചെയ്യുന്നു, സ്റ്റോപ്പ്. ഇത്തരത്തിൽ ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിൽ ഈ കാണുന്നത് വളരെ രസകരമായ ഒരു കേക്ക് മേക്ക് ചെയ്യുന്നതിലൊരു ഫ്ലോ ചാർട്ടാണ്. മീൻസ് കേക്ക് മേക്ക് ചെയ്യുന്നൊരു പ്രോസസ്സാണല്ലോ. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷനിൽ ഒരുപാട് പ്രോസസ്സ് വരും. അപ്പോൾ ഒരു പ്രോസസ്സ് എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ കാണുക. ജസ്റ്റ് ഒന്ന് നോക്കാം. ഡിസൈഡ് ടു മേക്ക് കേക്ക്. ആദ്യം കേക്ക് മേക്ക് ചെയ്യാൻ തീരുമാനിച്ചു. ദെൻ റെസിപ്പി ബുക്ക് നോക്കി. റെസിപ്പി ബുക്ക് ക്യാൻ യു ഫൈൻഡ് ഇറ്റ്? റെസിപ്പി ബുക്ക് നമുക്ക് കണ്ടെത്താം. അതിൽ കണ്ടെത്തിയാൽ നമ്മളത് വായിക്കുക. കണ്ടെത്തിയില്ലെങ്കിൽ നമ്മൾ ഹസ്ബൻഡിനോട് ചോദിക്കുക, ഹസ്ബൻഡിൻ്റെ അടുത്ത് തരും. ദെൻ അതിനുശേഷം നമുക്ക് ഈ ബുക്ക് വായിക്കാൻ ഗ്ലാസ് വേണോ? ഗ്ലാസ് വേണമെങ്കിൽ അത് കണ്ടെത്തുക. ബുക്ക് വായിക്കാൻ ഗ്ലാസ് വേണ്ടെങ്കിൽ നേരെ റീഡിങ്ങിലേക്ക് പോവുക. അങ്ങനെ രസകരമായ രീതിയിൽ ഒരു കേക്ക് മേക്കിങ്ങിനെ ഒരു ഫ്ലോ ചാർട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത്തരത്തിൽ ഈ കേക്ക് മേക്കിംഗ് ചെയ്യുന്നത് ഒരു പ്രോസസ്സാണ്. ഇതുപോലൊരു ഓർഗനൈസേഷനിലെ ഒരുപാട് പ്രോസസ്സുകളെ ഇത്തരത്തിൽ ഫ്ലോ ചാർട്ടിലൂടെ പ്രസൻറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആ പ്രോസസ്സിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. മീൻസ് ആ പ്രോസസ്സിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ, വേരിയേഷൻസ് വന്നു കഴിഞ്ഞാലൊക്കെ നമുക്ക് എളുപ്പം ഈ ഫ്ലോ ചാർട്ട് നോക്കിക്കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല, ഈ ഒരു ഫ്ലോ ചാർട്ടിൽ നിന്ന് തന്നെ ആ പ്രോസസ്സിന് ഇമ്പ്രൂവ്മെൻറ്റ്സ് ആവശ്യമുണ്ടോ എന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കും. എ ഫ്ലോ ചാർട്ട് ഈസ് എ വേ ഓഫ് representing a procedure using symbols and arrows. A flowchart shows the activities in a process and the relationship between them. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ഒരു പ്രോസസ്സ്, ആ പ്രോസസ്സിലെ ആക്ടിവിറ്റീസുകൾ എന്തൊക്കെയാണ്, അത് തമ്മിൽ എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഫ്ലോ ചാർട്ടിലൂടെ മനസ്സിലാക്കാം. ഡെമോൺസ്ട്രേറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ എലമെൻറ്റ്സ് ഓഫ് ദ പ്രോസസ്സ്. അപ്പോൾ ഒരു പ്രോസസ്സ് എങ്ങനെ പല ഫാക്ടേഴ്സുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഫാക്ടേഴ്സിലെ പ്രശ്നം മൂലമാകാം ആ പ്രോസസ്സിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ ഫ്ലോ ചാർട്ട്
ഉപകരിക്കും. ദെൻ സ്റ്റെപ്സ്. ഡിറ്റർമൈൻ ദ പ്രോസസ്സ്. എന്താണ് പ്രോസസ്സ് നോക്കുന്നു, ആ പ്രോസസ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ടെന്ന് നോക്കുന്നു, ദെൻ അതിനെ കണക്ട് ചെയ്യുന്നു. ദെൻ അടുത്തതാണ് സ്കാറ്റർ ഡയഗ്രാം. ഇപ്പോൾ സ്കാറ്റർ ഡയഗ്രാം എന്ന് പറയുന്നത് പേര് പോലെ തന്നെ സ്കാറ്റർ ചെയ്തെടുക്കുന്ന പോയിന്റ്സ്. ഈ കാണുന്ന പോലെ കുറേ പോയിന്റ്സ്. ഇവിടെ നമുക്ക് XY പാരാമീറ്റേഴ്സ് ഉണ്ട്. അതിനെ നമ്മൾ കാർട്ടീഷ്യൻ പോയിന്റുകളായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നു. ദെൻ ഈ കാർട്ടീഷ്യൻ പോയിന്റുകളുടെ ഒരു ആവറേജ് എടുത്തു കഴിയുമ്പം നമ്മുടെ ആ പ്രോസസ്സിൻ്റെ പോക്ക് എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. എ സ്കാറ്റർ ഡയഗ്രാം പ്ലോട്ട്സ് ദ റിലേഷൻഷിപ്പ് ഓഫ് ടു വേരിയബിൾസ് യൂസിങ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ്. അപ്പം നമ്മൾ ഒരു ആ പ്രോസസ്സ് നമുക്ക് മെഷർ ചെയ്യേണ്ടതായിട്ടുള്ള പ്രോസസ്സിൻ്റെ ക്വാളിറ്റി തീരുമാനിക്കേണ്ടതായിട്ടുള്ള രണ്ട് വേരിയബിൾസ്, അതിനെ നമ്മൾ പോയിൻ്റായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. ദെൻ അതിനുശേഷം ആ പ്രോസസ്സിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നു. ദെൻ സ്കാറ്റർ പ്ലോട്ട് ഇല്ലസ്ട്രേറ്റ് ദ ഡിഗ്രി ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾസ്. ഈ എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ്? ഈ കാണുന്ന പോലെ ഒരു പോസിറ്റീവ് ആണോ, നെഗറ്റീവ് റിലേഷൻ ആണോ, അതോ റിലേഷൻ ഒന്നും ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ഒരു സ്കാറ്റർ ഡയഗ്രത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. സ്കാറ്റർ ഡയഗ്രാം ഡിസ്പ്ലേസ് ദ പെയർ ഡേറ്റ ആസ് എ ക്ലൗഡ് ഓഫ് പോയിന്റ്സ്. ഇപ്പം നമ്മൾ കുറേ കാർട്ടീഷ്യൻ പോയിന്റുകൾ മാർക്ക് ചെയ്യുന്നു. കാരണം നമുക്ക് കിട്ടിയ XY പാരാമീറ്ററിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഡേറ്റാസ് അതിനെല്ലാം കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ആക്കി നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നു. അങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നതിനെ അനലൈസ് ചെയ്യുന്നു. The density and direction of the cloud indicate how the two variables influence each other. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ഈ ഒരു പോയിന്റുകളുടെ എല്ലാം ഡെൻസിറ്റിയും അതിൻ്റെ ഡയറക്ഷനും വെച്ചുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാകും? ഹൗ ദ ടു വേരിയബിൾസ് ഇൻഫ്ലുവൻസ് ഈച്ച് അതർ. ഈ രണ്ട് വേരിയബിൾസും എങ്ങനെയാണ്, അതിൻ്റെ റിലേഷൻ എങ്ങനെ പോകുന്നു, അത് എത്രത്തോളം ഒരു പ്രോസസ്സിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ കാണുന്നതെല്ലാം സ്കാറ്റർ ഡയഗ്രമാണ്. നമ്മൾ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ആ സ്കാറ്റർ ഡയഗ്രാം ആ പോയിന്റുകൾ വെച്ചുകൊണ്ട് നമുക്ക് ആ വേരിയേഷൻ മനസ്സിലാക്കാം. സ്കാറ്റർ ഡയഗ്രാം മേക്ക് ചെയ്യുന്നത് നമ്മൾ ഡേറ്റാസ് കിട്ടുന്നു. ആ ഡേറ്റാസിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പോയിന്റ് വരയ്ക്കുന്നു. ദെൻ ആ പോയിന്റിൽ നിന്ന് നമുക്ക് മനസ്സിലാകും എങ്ങനെയാണ് ആ ട്രെൻഡ് പോകുന്നത് എന്നുള്ളത്. ദെൻ അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. പോയിന്റുകൾ വെച്ചുകൊണ്ട് നമുക്ക് പോസിറ്റീവ് റിലേഷൻ ആണോ, അതോ നെഗറ്റീവ് ആയിട്ടുള്ള റിലേഷൻ ആണോ, അതോ റിലേഷൻ ഒന്നും ഇല്ലയോ, നെഗറ്റീവ് കോറിലേഷൻ മേ എക്സിസ്റ്റ് ആണോ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഇത്തരത്തിൽ ഈ ഒരു സ്കാറ്റർ ഡയഗ്രാം ഉപയോഗിച്ചുകൊണ്ട് സാധിക്കുന്നു. ദെൻ അടുത്ത ഒരു ക്വാളിറ്റി കൺട്രോൾ ടൂളാണ് കോസ് ആൻഡ് എഫക്റ്റ് ഡയഗ്രാം. ആ പേര് പോലെ തന്നെ കോസ് എന്താണോ കാരണം, ആ കാരണം മൂലം ഉണ്ടാകുന്ന എഫക്റ്റ്, എൻഡ് റിസൾട്ട് എന്താണോ, അതാണ് കോസ് ആൻഡ് എഫക്റ്റ് ഡയഗ്രാം. ഇതിനെ നമ്മൾ വേറൊരു പേര് കൂടെ വിളിക്കും, ഫിഷ് ബോൺ ഡയഗ്രാം എന്ന് വിളിക്കും. കാരണം ഈ ഒരു ഡയഗ്രത്തിന് ഫിഷിൻ്റെ ഒരു ഷേപ്പ് ഉള്ളത് കൊണ്ടാണ് അതിനെ ഫിഷ് ബോൺ ഡയഗ്രാം എന്ന് പറയുന്നത്. മീൻസ് ഫിഷ് നമ്മൾ അതിൻ്റെ തല മാത്രം, ബാക്കി അതിൻ്റെ ബോൺസ് ഒക്കെ ആയി ഇരുന്ന് കഴിഞ്ഞാൽ അതെങ്ങനെ ഇരിക്കും, ആ ഒരു ഷേപ്പിലാണ് നമ്മുടെ ഈ ഒരു കോസ് ആൻഡ് എഫക്റ്റ് ഡയഗ്രാം വരുന്നത്. അതുകൊണ്ടാണ് നമ്മളിതിനെ ഫിഷ് ബോൺ ഡയഗ്രാം എന്ന് പറയുക. അപ്പോൾ ഓർക്കേണ്ട കാര്യം, ഇവിടെ എന്താണോ കാരണങ്ങൾ, ആ കാരണങ്ങൾ മൂലം ഉണ്ടാകുന്ന എൻഡ് റിസൾട്ട് എന്താണ്. ഇപ്പം നമുക്കൊരു ചുമ വന്നു, തൊണ്ടവേദന വന്നു, മൂക്കൽപ്പ് വന്നു, നമുക്ക് മനസ്സിലാകും ഇതിൻ്റെ എൻഡ് റിസൾട്ട് പനിയായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഓർഗനൈസേഷൻ, ഒരു ഇൻഡസ്ട്രി, ആ ഇൻഡസ്ട്രിയിലെ പ്രോസസ്സുകൾ എന്തൊക്കെയാണ്, ആ ഓരോ പ്രോസസ്സിലെയും എന്തെങ്കിലും കാരണവശാൽ അതിലൊരു നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നു. ഞാനത് ഒരു എക്സാമ്പിളൂടെ കാണിക്കാം. ഈ ലെഫ്റ്റ് സൈഡിലെ ഡയഗ്രാം നിങ്ങൾ നോക്കുക. അവിടെ ഫ്ലാഷ് ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ എഫക്റ്റ്. ഫ്ലാഷ് ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എഫക്റ്റ്. അപ്പോൾ അതിന് എന്തൊക്കെ കാരണങ്ങൾ ഉണ്ടാകാം? അപ്പോൾ ഫ്ലാഷ് ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട മെയിൻ കാരണങ്ങൾ ബാറ്ററി, ബൾബ്, സ്വിച്ച്, വയറിങ്. ബാറ്ററിയിൽ എന്തെങ്കിലും പ്രോബ്ലങ്ങളാകാം, ബൾബിലെ എന്തെങ്കിലും പ്രശ്നമാകാം, വയറിങ്ങിലെ എന്തെങ്കിലും പ്രശ്നമാകാം, അല്ലെങ്കിൽ സ്വിച്ചിലെ എന്തെങ്കിലും പ്രശ്നമാകാം.
ഈ 4 മെയിനായിട്ടുള്ള കാരണക്കാർ. ഈ മെയിൻ കാരണക്കാർ മൂലം ഈ എഫക്റ്റായ ഫ്ലാഷ് ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള എഫക്റ്റ് ഉണ്ടാകാം. അപ്പോൾ നമുക്ക് ആദ്യം ബൾബിനെ എടുക്കാം. ബൾബ് മൂലം ഈ എഫക്റ്റ് എങ്ങനെ ഉണ്ടാകും? ബൾബ് ബ്രോക്കൺ ആയാലോ ബൾബ് മിസ്സിങ് ആയാലോ ലാമ്പ് വർക്ക് ചെയ്യില്ല. സോ ബൾബ് മൂലം ഉണ്ടാകാവുന്ന 2 സാധ്യതകളാണ് അത്. അപ്പോൾ ബൾബ് എന്ന മെയിൻ കോസും അതുമായിട്ട് ബന്ധപ്പെട്ട 2 സെക്കൻഡറി കോസസും നമ്മൾ കണ്ടു. ഇനി അടുത്തത് ബാറ്ററിയാണ്. ഒന്നുകിൽ ബാറ്ററി ഡെഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ബാറ്ററി മിസ്സിങ് ആയിരിക്കാം. ഇപ്പോൾ ബാറ്ററിയും അതുമായിട്ട് ബന്ധപ്പെട്ട ബാറ്ററി എന്ന മെയിൻ കോസും അതുമായിട്ട് ബന്ധപ്പെട്ട 2 സെക്കൻഡറി കോസായ ഡെഡും മിസ്സിങ്ങും മൂലം ഈ ഒരു എഫക്റ്റ് ഉണ്ടാവാം. ദെൻ ആ സ്വിച്ച് ഓഫാകാം, അല്ലെങ്കിൽ സ്വിച്ച് സ്റ്റക്കായിട്ടിരിക്കുന്ന മൂലവും ലാമ്പ് വർക്കാകാതിരിക്കാം. ദെൻ വയറിങ് ബ്രോക്കൺ ആയിരിക്കാം, അല്ലെങ്കിൽ കൊറോഷൻ മൂലം അത് പോയെന്നിരിക്കാം. ഈ 2 കാരണത്താൽ ലാമ്പ് വർക്കാകാതിരിക്കാം. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ മനസ്സിലാക്കിയത്? ലാമ്പ് വർക്കാകുന്നില്ല എന്ന ഒരു എഫക്റ്റ്, ആ എഫക്റ്റിന് ഉണ്ടാകാൻ കാരണക്കാരായ എല്ലാ മെയിൻ കോസസും അല്ലെങ്കിൽ പ്രൈമറി കോസസും സെക്കൻഡറി കോസസും നമ്മൾ കണ്ടെത്തി. മീൻസ് ഇപ്പോൾ ഒരു എഫക്റ്റ് ഉണ്ടായി, ഒരു ഓർഗനൈസേഷനിൽ ഇന്നൊരു എഫക്റ്റ് ഉണ്ടായി. അപ്പം നമുക്ക് ഈ കോസ് ആൻഡ് എഫക്റ്റ് ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ ആ എഫക്റ്റിന് കാരണക്കാരാരാണ് എന്നുള്ളത് എളുപ്പമെന്ന് കണ്ടുപിടിക്കാം, അതിനൊരു റെമഡി കണ്ടുപിടിക്കാം. മറിച്ച് ഇങ്ങനൊരു കോസ് ആൻഡ് എഫക്റ്റ് ഡയഗ്രം ഇല്ലാത്തൊരു കേസിൽ ഒരു എഫക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അതിന് കാരണങ്ങൾ നമ്മൾ അപ്പം കണ്ടെത്താൻ പോകണം. അത് പ്രൊഡക്ഷനെ ബാധിക്കും, പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കും. അതുമാത്രമല്ല, ഇത്തരത്തിലൊരു കോസ് ആൻഡ് എഫക്റ്റ് ഡയഗ്രം ഉള്ളത് കൊണ്ട് തന്നെ ഇങ്ങനൊരു എഫക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനൊരു എഫക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അതിന് ഏതൊക്കെ കാരണങ്ങളുണ്ട് എന്ന് നമുക്കറിയാമെങ്കിൽ അതിനെതിരെ ഒരു പ്രിവെൻഷനും നമുക്ക് എടുക്കാൻ സാധിക്കും. അത്തരത്തിൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ ഒരു കോസ് ആൻഡ് എഫക്റ്റ് ഡയഗ്രം മൂലം സാധിക്കുന്നു. ദെൻ റൈറ്റ് സൈഡിലെ ഫിഗർ നോക്കുകയാണെങ്കിൽ ഈ കാണുന്നതാണ് നമ്മുടെ മെയിൻ കോസസ്, പ്രൈമറി. ദെൻ ഇതും പ്രൈമറിയാണ്, ഈ കാണുന്നതാണ് സെക്കൻഡറി. അപ്പോൾ നമ്മളിതെല്ലാം കൂടെ വരച്ച് വരുമ്പോൾ ഒരു ഫിഷിൻ്റെ ഷേപ്പിലുള്ളത് കൊണ്ടാണ് ഇതിനെ ഫിഷ് ബോൺ ഡയഗ്രം എന്ന് പറയാനുള്ള കാരണം. A fishbone diagram is a structured brainstorming tool using categories to explore root causes for an undesirable effect. നമുക്കൊരു എഫക്റ്റ് ഉണ്ടായി, ആ എഫക്റ്റ് നമ്മുടെ ക്വാളിറ്റിയെ നഷ്ടപ്പെടുത്താം, പ്രൊഡക്ഷനെ നഷ്ടപ്പെടുത്താം, അങ്ങനെ എല്ലാ തരത്തിലും ലോസസ് ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ ആ ഒരു എഫക്റ്റിന് എന്തൊക്കെ കാരണമുണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്യുന്നു. മീൻസ് ഒരു എക്സാമ്പിളായ ലാമ്പ് വർക്ക് ചെയ്യുന്നില്ലാത്തൊരു സാഹചര്യം ഉണ്ടായാൽ അതിന് എന്തൊക്കെ കാരണങ്ങൾ വരാം. ഇത്തരത്തിൽ ഒരു ഓർഗനൈസേഷനിലെ എല്ലാ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കൊരു ഫിഷ് ബോൺ ഡയഗ്രം ഉണ്ട് എങ്കിൽ അവിടെ നമുക്ക് എളുപ്പമെന്ന് ആ എഫക്റ്റ് ഉണ്ടാകാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. എഫക്റ്റ് ഉണ്ടായാൽ സഡൻ ആയിട്ടുള്ള റെമഡീസ് ചെയ്യാനും സാധിക്കും. ഇതിന് ഈ കാണുന്നതൊക്കെ ഫിഷ് ബോൺ ഡയഗ്രമാണ്. A cause and effect diagram shows the relationship between effect and the categories of their causes. ഒരു എഫക്റ്റും ആ എഫക്റ്റിന് കാരണക്കാരാകുന്ന എല്ലാത്തിനെയും കണ്ടെത്തുന്ന ഒന്നാണ് cause and effect diagram. And this diagram look like a fishbone. Therefore it is called fishbone diagram. Cause and effect diagram enables a team to focus on the content of a problem. ഒരു പ്രോബ്ലം, ആ പ്രോബ്ലം ഉണ്ടാകുന്ന എഫക്റ്റ് എന്താണ്, ആ പ്രോബ്ലത്തിന് കാരണക്കാരാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചൊരു വ്യക്തമായ ഒരു ഐഡിയ ഒരു കോസ് ആൻഡ് എഫക്റ്റ് ഡയഗ്രത്തിൽ നിന്ന് കിട്ടും. Then it helps to provide a comprehensive picture of the problem and the root causes. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിൻ്റാണ്. ഒരു പ്രോബ്ലം അതിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട്, ആ പ്രോബ്ലത്തിൻ്റെ കാരണക്കാർ എന്തൊക്കെയുണ്ടെന്നുള്ളത് അതിനെക്കുറിച്ചൊരു ക്ലിയർ പിക്ചർ പ്രൊവൈഡ് ചെയ്യാൻ ഈ കോസ് ആൻഡ് എഫക്റ്റ് ഡയഗ്രത്തിന് സാധിക്കുന്നു. ദെൻ സ്റ്റെപ്സ് നമുക്ക് വേണ്ട: ഡിറ്റർമൈൻ ദ എഫക്റ്റും പ്രോബ്ലംസും കണ്ടെത്തുക, അതിനെ റിലേറ്റ് ചെയ്യുക, പ്രസൻറ്റ് ചെയ്യുക. ഇനി കോസ് ആൻഡ് എഫക്റ്റ് ഡയഗ്രം വരയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. നമുക്ക് ആദ്യം എഫക്റ്റ്
ആ എഫക്റ്റുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മളൊരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുന്നു. ഡ്രോ ആൻ ആരോ ഹൊറിസോണ്ടലി പോയിൻറ്റിങ് ടു ആൻ എഫക്റ്റ്. ദെൻ അതിനുശേഷം നമ്മൾ മെയിൻ കോസുകൾ ആരൊക്കെയാണ് അല്ലെങ്കിൽ കാറ്റഗറീസ് ആരൊക്കെയാണെന്ന് കണ്ടെത്തുന്നു. ഡ്രോ 4 or more branches of the large arrow to represent main categories of potential causes. അപ്പോൾ ഈ എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള മെയിൻ കോസുകളെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുന്നു. ദെൻ അത് ഈ മെയിൻ ആരോയിലേക്ക് കണക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ലാർജ് ആരോയിലേക്ക് കണക്ട് ചെയ്യുന്നു. ദെൻ അതിന് ശേഷം സെക്കൻഡറി കോസസ് ക്യാൻ ബി ലിസ്റ്റഡ് ഓൺ ബ്രാഞ്ചസ് ഓഫ് ദ കാറ്റഗറി ബ്രാഞ്ചസ്. അപ്പോൾ ഈ ഓരോ മെയിൻ കോഴ്സിനും ഒരു സെക്കൻഡറി കോഴ്സുകൾ നമ്മൾ നേരത്തെ കണ്ട പോലെ ഉണ്ട് എങ്കിൽ നമ്മൾ അത് ആ രീതിയിൽ പ്രസൻറ്റ് ചെയ്തു. അതായത് മെയിൻ കോഴ്സിൻ്റെ ആരോയിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് സെക്കൻഡറി കോഴ്സുകളുടെ ആരോ വരയ്ക്കുന്നു. ദെൻ ഇനി ടേർഷറി കോഴ്സ് ഉണ്ട്. അതായത് ഒരു സെക്കൻഡറി കോഴ്സിന് വീണ്ടും ഒരു കാരണം ഉണ്ട് എങ്കിൽ നമ്മളത് സെക്കൻഡറി കോഴ്സിൻ്റെ ആരോയിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് ടേർഷറി കോഴ്സ് വരയ്ക്കും. അപ്പോൾ ഇത്തരത്തിൽ ഒരു മെയിൻ കോഴ്സ് ഉണ്ട് എങ്കിൽ ആ മെയിൻ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട സെക്കൻഡറി കോഴ്സ്, ഓരോ സെക്കൻഡറി ആയിട്ട് ബന്ധപ്പെട്ട ടേർഷറി കോഴ്സുകൾ, ഇതെല്ലാം ഇങ്ങനെ കോസ് ആൻഡ് എഫക്റ്റ് ഡയറക്റ്റിൽ പ്രസൻറ്റ് ചെയ്യുന്നു. ദെൻ ഇവിടെ ഇതൊരു എക്സാമ്പിളാണ്. ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ മാത്രമാണ്. ജസ്റ്റ് ഒന്ന് എന്താണ് കോസ് ആൻഡ് എഫക്റ്റ് ഡയർ എന്ന് കാണിക്കാനുള്ളത് മാത്രം. ഒരു കാറ് വർക്ക് ചെയ്യുന്നില്ല, അങ്ങനെയെങ്കിൽ അതിനെ അഫക്റ്റ് ചെയ്യുന്ന 4 മെയിൻ കാറ്റഗറീസിനെയാണ് പറയുന്നത്. മെറ്റീരിയൽ മൂലമാകാം, മെഷീനറി മൂലമാകാം, മെത്തേഡ് മൂലമാകാം, പീപ്പിൾ മൂലമാകാം. അപ്പോൾ മെറ്റീരിയൽസ് മൂലം ഗ്യാസ്, വാട്ടർ. ഇപ്പോൾ കാർ ഓടിക്കാൻ ആവശ്യമായ പെട്രോൾ ഇല്ല, അല്ലെങ്കിൽ അതിനകത്ത് ഒഴിക്കേണ്ട വെള്ളമില്ല എങ്കിൽ കാറ് സ്റ്റാർട്ടാകത്തില്ല. ഇനി മെഷീനറിയിലെ പ്രശ്നം മൂലമാകാം, അല്ലെങ്കിൽ ബാറ്ററി മൂലമാകാം, ട്രാൻസ്മിഷൻ മൂലമാകാം. ഇനി ബാറ്ററിയിൽ തന്നെ ബാറ്ററിയുടെ ചാർജ് കുറവാകുന്നത് മൂലമാകാം സ്റ്റാർട്ടാകാത്തത്. ഇനി മെത്തേഡ്സ്, സ്റ്റിയറിംഗ് വീല് ലോക്കായി കിടക്കുന്നത് മൂലമാകാം. അതല്ലെങ്കിൽ അടുത്തത് പീപ്പിൾ, ഡ്രൈവർ, അത് ലൈസൻസ് അല്ലാത്തത് കൊണ്ടാകാം കാറ് സ്റ്റാർട്ടാക്കാത്തത്. ഇനി മെക്കാനിക്ക്, റോങ് സെറ്റിങ് മൂലം ആ ഒരു കാറ് സ്റ്റാർട്ടാകാത്തതാകാം. അപ്പോൾ അത്തരത്തിൽ സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിളാണ് ഈ കാറ് ഇത് കാണിച്ചിരിക്കുന്നത്. ശരിക്കും കാറ് സ്റ്റാർട്ട് ചെയ്യാത്തതിന് ഒരുപാട് ഫാക്ടേഴ്സ് വരും. ഇത് ജസ്റ്റ് ഒരു സിമ്പിളായിട്ട് കോസ് ആൻഡ് എഫക്റ്റ് ഡയഗ്രം കാണിക്കാൻ വേണ്ടി പ്രസൻറ്റ് ചെയ്തിരിക്കുന്നു. ദെൻ ഇതൊരു ബാഡ് കോഫി ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതിന് എന്തൊക്കെ കാരണങ്ങൾ വരാം. അപ്പോൾ അതിൽ പ്രൊസീജിയർ, പീപ്പിള്, മെറ്റീരിയൽ, എക്യുപ്മെൻ്റ് ആണ് മെയിൻ ആയിട്ടുള്ള കാരണം. പ്രൊസീജിയറിൽ തന്നെ വെള്ളം ഒരുപാട് കൂടുതലാണെങ്കിൽ, അല്ലെങ്കിൽ കോഫി ഒരുപാട് കൂടുതലാണെങ്കിൽ ഒക്കെ എന്ത് സംഭവിക്കും? ബാഡായിട്ടുള്ള കോഫി കിട്ടും. ഇനി പീപ്പിൾ ആണെങ്കിൽ ബാഡ് സർവീസാണ് അവർ ചെയ്യുന്നതെങ്കിൽ, അവർ ട്രെയിൻഡ് അല്ല എങ്കിൽ, അവർ പ്രോപ്പറായിട്ടല്ല അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ നമുക്കതൊരു കോഫി അത്ര സുഖകരമായിട്ട് ഫീൽ ചെയ്യില്ല. ദെൻ മെറ്റീരിയൽ വൈസ് നമ്മൾ ക്വാളിറ്റി കുറഞ്ഞ ഷുഗർ, ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയൽസ് കൊണ്ടാണ് കോഫി ഉണ്ടാക്കുന്നതെങ്കിൽ അവിടെ ബാഡ് കോഫി കിട്ടും. ദെൻ എക്യുപ്മെൻറ്റ്, ഡേർട്ടി ആയിട്ടുള്ള കപ്പോ അല്ലെങ്കിൽ കോഫി മെഷീൻ എന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ളതല്ല എങ്കിൽ അവിടെ ബാഡ് കോഫി കിട്ടും. ദെൻ അടുത്തതാണ് കൺട്രോൾ ചാർട്ട്. ആ പേര് പോലെ തന്നെ കൺട്രോൾ ചെയ്യുന്ന ചാർട്ട്. ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളാണ്. ഡീറ്റെയിൽ ആയിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു ചാർട്ടാണ് കൺട്രോൾ ചാർട്ട്. അപ്പോൾ ഏകദേശം നമുക്ക് റൺ ചാർട്ടുമായിട്ട് സിമിലാരിറ്റി തോന്നും, പക്ഷെ അതല്ല. ഇത് നമുക്കൊരു പ്രോസസ്സ് അണ്ടർ കൺട്രോൾ ആണോ, നമ്മുടെ കൺട്രോളിലാണോ ഒരു പ്രോസസ്സ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് കൺട്രോളിലല്ല ആണോ എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ചാർട്ടാണ് കൺട്രോൾ ചാർട്ട്. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലെ ഡയഗ്രം നോക്കാം. ഈ കൺട്രോൾ ചാർട്ടിൽ നമുക്കൊരു അപ്പർ ലിമിറ്റ് ഉണ്ടാകും, ലോവർ ലിമിറ്റ് ഉണ്ടാകും, ഒരു ആവറേജ് വാല്യൂ ഉണ്ടാകും, അല്ലെങ്കിൽ ഈ ആവറേജ് വാല്യൂ ആണ് നമ്മുടെ കൺട്രോൾ ലൈൻ. ദെൻ നമുക്ക് കൺട്രോൾ ചാർട്ട് വരയ്ക്കുന്നു. അവിടെ നമുക്ക് ഡിഫക്റ്റും സാമ്പിളുമാണ് നമ്മൾ എക്സും വൈയും എക്സും കൊടുത്തിരിക്കുന്നത്. നമുക്ക് യൂസ് ചെയ്ത് ഈ പ്രോസസ്സിന് നമ്മുടെ പ്രോസസ്സിൻ്റെ വേരിയേഷനാണ് ഈ കാണിക്കുന്നത്. ഈ പ്രോസസ്സിൻ്റെ വേരിയേഷൻ 2 ലിമിറ്റിനിടയ്ക്കാണെങ്കിൽ നമുക്ക് മനസ്സിലാകും അണ്ടർ കൺട്രോൾഡ് ആണ് എന്ന്. പക്ഷേ ലിമിറ്റിനിടയ്ക്കല്ല എങ്കിൽ നമുക്ക് മനസ്സിലാകും പ്രോസസ്സ് അണ്ടർ കൺട്രോൾഡ് അല്ല എന്ന്. ഇപ്പോൾ ഈ റൈറ്റ് സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് അപ്പർ ലിമിറ്റും ഉണ്ട്, ലോവർ ലിമിറ്റും ഉണ്ട്,
ദെൻ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു പ്രോസസ്സും ഉണ്ട്, അൺസ്റ്റേബിൾ ആയിട്ടുള്ളൊരു പ്രോസസ്സും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ മീൻ വാല്യൂ അല്ലെങ്കിൽ ട്രൂ വാല്യൂവിനോട് ചേർന്നാണ് നമ്മുടെ പ്രോസസ്സിൻ്റെ വേരിയേഷൻ പോകുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാകും ക്വാളിറ്റി ഉള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. പ്രോസസ്സ് എന്ന് പറയുന്നത് നിലവിൽ കമ്പനി ഉദ്ദേശിച്ച ഗോൾ എന്താണോ ആ ഗോളിൽ കൂടെ തന്നെയാണ് പോകുന്നത്, അണ്ടർ കൺട്രോൾ ആണ് എന്നുള്ളത് മനസ്സിലാകും. മറിച്ച് നല്ല വേരിയേഷൻ കാണിക്കുന്നു, മീൻ വാല്യൂവിൽ നിന്നും വേരിയേഷൻ കൂടുതലാണെങ്കിൽ അവിടെ മനസ്സിലാകും അവിടെ എന്തെങ്കിലും റീസൺസ് ഉണ്ട്, പ്രോസസ്സിൻ്റെ ക്വാളിറ്റി ബെസ്റ്റ് അല്ല, കണ്ടമാനം വേരിയേഷൻസ് ഉണ്ടാകുന്നതുകൊണ്ട് നമ്മുടെ പ്രോസസ്സ് എന്ന് പറയുന്നത് അണ്ടർ കൺട്രോൾഡ് അല്ല. Control charts are a statistical tool showing whether a process is in control or not. It is a graphical tool for monitoring the activities of an ongoing process. അപ്പോൾ നമുക്കൊരു പ്രോസസ്സ് അത് നമ്മൾ ഔത്തിൽ നിന്ന് ഡേറ്റാസ് എടുക്കുന്നു, അതിൻ്റെ ബേസിൽ ആ പ്രോസസ്സ് നിലവിൽ റൺ ചെയ്യുന്നത് നമ്മുടെ അണ്ടർ കൺട്രോളാണോ അല്ലയോ എന്ന് മനസ്സിലാകും. അല്ല എങ്കിൽ നമുക്ക് ആ പ്രോസസ്സിൽ മാറ്റങ്ങൾ വരുത്തണം, എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് ഇന്നോവേറ്റ് ചെയ്യുകയോ ഇമ്പ്രൂവ് ചെയ്യുകയോ ചെയ്തുകൊണ്ട് അണ്ടർ കൺട്രോളിലാക്കി മാറ്റണം. ദെൻ സ്റ്റെപ്സ്, ഇവിടെ നമുക്ക് അപ്പർ ലിമിറ്റ്, ലോവർ ലിമിറ്റ്, സെൻട്രൽ ലൈൻ സെറ്റ് ചെയ്യുന്നു. ദെൻ അതിന് ശേഷം ഡേറ്റാസിനെ ബേസ് ചെയ്തുകൊണ്ട് ചാർട്ട് വരയ്ക്കുന്നു. ദെൻ അതിന് ശേഷം ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു. ഈ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താണ് കോസ്റ്റ് ഓഫ് ക്വാളിറ്റി, നമ്മൾ ഓൾറെഡി ചെറുതായിട്ടൊന്ന് പറഞ്ഞാണ്, നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് ഈ കോസ്റ്റ് ഓഫ് ക്വാളിറ്റി എന്താണെന്നുള്ളത് കാണും. താങ്ക് യു.